ഹായ്, ഞാൻ മുമ്പ് കാണിച്ചില്ലേ ചോറിങ്ങനെ തിളപ്പിച്ചിട്ട് കുറച്ച് നേരം വെച്ചേക്കണമെന്ന്. ഞാനതിപ്പോൾ കാണിക്കാം കേട്ടോ. വേണ്ട, ഇതുപോലെ നല്ലോണം തിളപ്പിക്കണം. ഇങ്ങനെ നല്ലോണം തിളച്ചിത് വരണം. ഇതൊന്ന് അടച്ച് വെച്ചേക്കാമേ. ഇതുപോലെ നല്ലോണം തിളക്കട്ടെ കേട്ടോ. ഇതിൻ്റെ കാപ്പി ഇട്ട് വെച്ചിട്ടുണ്ടേ. രാവിലെ ഇടിച്ച് കാപ്പി കുടിച്ചിട്ട് എന്താ ഇല്ലയോ, ചോറിങ്ങനെ തിളക്കട്ടെ കുറച്ച് നേരം. ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴക്കണം. അതിനി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. മിക്കവാറും ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിക്കുന്നത് ചപ്പാത്തി കുഴച്ച് കുറച്ച് നേരം മാവ് വെക്കാറില്ല. ഞാനങ്ങനെ വെക്കത്തില്ല. ഞാൻ മാവ് കുഴച്ചിട്ട് ഉടനെ തന്നെ പരത്തി ചുടുക ചെയ്യുന്നത്. വേണ്ടേ, ഇത് കണ്ടോ, ആവി പറക്കുന്നുണ്ടോ? ഇതുപോലെ നല്ലോണം ഈ ചോറങ്ങ് ഇതുപോലെ തണച്ച് വന്നാലേ നമുക്ക് ഇത് ഓഫാക്കിയിടാൻ പറ്റും. സ്വല്പം കൂടി വെള്ളം ചേർക്കാമേ. കാരണം ചിലപ്പോൾ ഇത് അടച്ചു വെച്ച ആ വെള്ളം തികയാതെ വരും. അപ്പം നല്ലോണം വെള്ളം ഉണ്ടെങ്കിൽ ആ ചോറ് നല്ലോണം വലുതായി വരത്തുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് തിളപ്പിക്കാം. ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാമേ. നാളെ ഞാൻ ഈ അരി എങ്ങനെയാണ് കൂത്ത് വയ്ക്കുന്നത്? രാത്രി കിടക്കുന്ന മുമ്പേ ഞാൻ ഈ അരി അങ്ങ് കഴുകി ഒരു പാത്രത്തിനകത്ത് കൂത്തങ്ങ് വയ്ക്കും. കുതിർത്ത് വെച്ചിട്ട് അടച്ച് വയ്ക്കി പിറ്റേന്ന് ഇതുപോലെ രാവിലെ എണീച്ച് ഇതുപോലെ ചോറ് വയ്ക്കുന്നത്. ഓക്കെ.